തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു വേദഭാഗമാണ് ഹബക്കൂക്കിൻ്റെ പ്രവചനം. നമുക്കറിയാം, തിരുവചനത്തിൽ 17 പ്രവചന പുസ്തകങ്ങളാണ് ഉള്ളത്. അതിൽ 12 മൈനർ പ്രോഫറ്റ്സ് ഉണ്ട്. ഈ മൈനർ പ്രോഫറ്റ്സ്, മേജർ പ്രോഫറ്റ്സ് എന്നൊക്കെ പറയുന്നത് അവരുടെ എഴുത്തിൻ്റെ ദൈർഘ്യം വെച്ചുകൊണ്ട് നമ്മളിട്ട് റോമന പേരാ, അങ്ങനെയൊന്നും ബൈബിളിലില്ല. ഈ മൈനർ പ്രോഫറ്റിൽ ഉള്ള ഒരു പ്രവാചകനാണ് ഹബക്കൂക്ക്. 56 വാക്യങ്ങൾ മാത്രമുള്ള 3 അധ്യായങ്ങളുള്ള പുസ്തകം. ഇത് മുഴുവൻ നമുക്കിന്ന് പഠിക്കണം ഉള്ള സമയത്തിനുള്ളിൽ. ഞാൻ ഇൻട്രഡക്ഷന് കുറച്ച് സമയം എടുക്കുകയും ചെയ്തു. എന്നാലും നമുക്കറിയാം, ഇസ്രായേലിൻ്റെ തെക്കൻ രാജ്യമായ യഹൂദയുടെ അവസാന ദശകങ്ങളിലാണ് ഹബക്കൂക്ക് പ്രവാചകൻ ജീവിച്ചിരുന്നത്. അതിൻ്റെ അവസാന ആ ഘട്ടത്തിൽ അത് അനീതിയുടെയും വിഗ്രഹാരാധനയുടെയും കാലമായിരുന്നു. ഒരു പ്രവാചകൻ എന്ന നിലയിൽ ബാബിലോണിയൻ സാമ്രാജ്യത്തിൻ്റെ ഉയർന്നു വരുന്ന ഭീഷണിയെ തനിക്ക് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞു. ഈ സമയം ആ യഹൂദയുടെ ഭാവിയെക്കുറിച്ചുള്ള ഭയം അദ്ദേഹത്തെ ഒരു സംശയാലുവാക്കി മാറ്റിയിരിക്കുക. പ്രവാചകന്മാരും നമ്മെപ്പോലെ മനുഷ്യരാണെന്നുള്ളൊരു കാര്യം ഓർപ്പിക്കാൻ, പ്രവാചകന്മാരിൽ നിന്ന് വ്യത്യസ്തതയുമുണ്ട്. നമുക്കറിയാമല്ലോ, യോന എന്ന് പറഞ്ഞൊരു പ്രവാചകനെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ള അദ്ദേഹമാണ്. അദ്ദേഹം ഒരു വ്യത്യസ്തനാണ്. അതുപോലെ ഈ പ്രവാചകൻ, സാധാരണ പ്രവാചകന്മാരൊക്കെ നമുക്കറിയാം, അരുളപ്പാടുകൾ ജനത്തെ അറിയിക്കുന്നവരാ. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ജനത്തിന് കൊടുക്കുന്നവരാ. എന്നാൽ ഇദ്ദേഹം ദൈവത്തോട് പാപം ചെയ്ത യഹൂദ ജനത്തെ കുറ്റപ്പെടുത്തുകയോ ദൈവത്തിനു വേണ്ടി അവരോടെന്തെങ്കിലും സംസാരിക്കുകയോ ചെയ്യുകയല്ല. പകരം അവൻ ദൈവത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. ഇപ്പം ഈ പ്രവാചകന്റെ വ്യത്യാസം മനസ്സിലായോ? ജനങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല, അല്ലെ ജനങ്ങളോട് വല്ലതും പറയുകയല്ല. അതിനു പകരം ഈ സാഹചര്യങ്ങളെയെല്ലാം കണ്ട് ആകെ കൺഫ്യൂസ്ഡായി അവൻ ദൈവത്തെ ചോദ്യം ചെയ്യുക. അവൻ്റെ എല്ലാ വാക്കുകളും ദൈവത്തോടാണ് ഈ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. ലോകത്തിൽ ഇത്രയധികം ദുരന്തങ്ങളും തിന്മയും ഉള്ളപ്പോൾ ദൈവം നല്ലവനാണെന്ന് വിശ്വസിക്കാൻ ഹബക്കൂക്കിന് വ്യക്തിപരമായി കഴിയുന്നില്ല. ആ ആശയക്കുഴപ്പമാണ് ഈ പുസ്തകത്തിൽ തുറന്നു പറഞ്ഞിരിക്കുന്നത്. നോക്കണേ, വേദപുസ്തകത്തിൻ്റെ സുതാര്യത എന്ന് പറയുന്നത് ഇതാണ്. ഒരു പ്രവാചകൻ എന്ന നിലയിൽ അവൻ്റെ ബലഹീനതകളെ കവർ ചെയ്യുകയൊന്നുമല്ല, പൊതിഞ്ഞ് സംസാരിക്കുകയൊന്നുമല്ല. അവൻ ആരായിരുന്നു, അവൻ എന്തായിരുന്നു, ഏത് ആശയക്കുഴപ്പത്തിലായിരുന്നു, അത് ഓപ്പണായിട്ട് അവിടെ പറഞ്ഞിരിക്കുക. ഞാൻ മുൻപേ പറഞ്ഞ പോലെ ഒരു മനുഷ്യനാണെന്ന് സമ്മതിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നമ്മോടുള്ള സ്നേഹവും കരുണയും വെളിപ്പെടുത്തുന്ന ഒരു പുസ്തകമായത്. ചുറ്റുപാടുകളിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ അവൻ അസ്വസ്ഥനാണെന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞ പോലെ ആകെ കൺഫ്യൂസ്ഡ് ആയിരിക്കുക. അവൻ കൺഫ്യൂസ്ഡ് ആകാൻ കാരണം കാര്യങ്ങളൊക്കെ ഇത്ര വഷളായിട്ടും അവൻ അയ്യം വിളിച്ചു കിടന്ന് പ്രാർത്ഥിച്ചിട്ടും, 1-ാം വാക്യത്തിൽ നമ്മളതാ കാണുന്നേ, ദൈവമേ എത്രത്തോളം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് നീ എന്താ ഉത്തരം നൽകാത്തത്? നോക്കണേ, അവൻ്റെ ആ ഫ്രസ്ട്രേഷനിൽ 6 ചോദ്യങ്ങൾ അവൻ ദൈവത്തോട് ചോദിക്കുക. യഹോവേ, എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും? പറഞ്ഞല്ലോ, ദൈവത്തോടാണ് അവൻ സംസാരിക്കുന്നത്. സാഹസ നിമിത്തം ഞാൻ എത്രത്തോളം നിന്നോട് നിലവിളിക്കുകയും നീ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും? നീ എന്നെ നീതികേട് കാണുമാറാക്കുന്നതും പീഡനം വെറുതെ നോക്കുന്നതും എന്താ കർത്താവേ? എൻ്റെ ദൈവമായ യഹോവേ, നീ പുരാതനമേ പരിശുദ്ധനല്ലേ? നീ എന്നിട്ട് മിണ്ടാതിരിക്കുന്നത് എന്താ? ബാബിലോണിയർ ജനതകളെ ക്രൂരമായി കൊല്ലുന്നത് ദൈവമേ എത്ര കാലം നീ അനുവദിക്കും? നോക്കണേ, ഈ ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പം നമ്മുടെ ഇന്നത്തെ സാഹചര്യങ്ങളുമായിട്ടൊക്കെ ഒന്ന് താരതമ്യം ചെയ്താൽ, തുറന്ന് ഹബക്കൂക്കിനെ പോലെ ചോദിച്ചില്ലെങ്കിലും നമ്മള് മനസ്സിലെങ്കിലും ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടില്ലേ? അവിടെ ഇവിടെയൊക്കെ നമ്മുടെ സഹോദരങ്ങൾ കൊല ചെയ്യപ്പെടുമ്പോൾ, ക്രൂരമായി ആക്രമിക്കപ്പെടുമ്പോൾ, യാതൊരു പ്രതികരണവുമില്ലാതെ ഇരിക്കുന്ന അതോറിറ്റീസ് ഉള്ളപ്പോൾ
ദൈവത്തോടെങ്കിലും നമ്മളിങ്ങനെയൊക്കെ ചോദിച്ചു കാണുകയില്ലേ? ഈ 6 ചോദ്യങ്ങളുടെ സംഗ്രഹം 2 ചോദ്യങ്ങളായിട്ട് വേണമെങ്കിൽ നമുക്ക് ഒതുക്കാം. ദൈവം ദുഷ്ടതയും കഷ്ടപ്പാടും നിലനിൽക്കാൻ അനുവദിക്കുന്നത് എന്തുകൊണ്ട്? അതുപോലെ തൻ്റെ ജനത്തെ ന്യായം വിധിക്കാൻ അതിലും ദുഷ്ടമായ ഒരു ജനതയെ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട്? ഞാനത് ഒന്നുകൂടെ ഒന്ന് വിശദീകരിച്ച് പറയാം. ഈ പുസ്തകത്തെ നമുക്കൊന്ന് കുറച്ചുകൂടെ അടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ 1ഉം 2ഉം അധ്യായങ്ങളിൽ ഹബക്കൂക്കും ദൈവവും തമ്മിലുള്ള വാദപ്രതിവാദമായിട്ടാണ് അവിടെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. 1-ന്റെ 2 മുതൽ 4 വരെ, അതുപോലെ 1-ന്റെ 12 മുതൽ 2-ന്റെ 1 വരെയും ഹബക്കൂക്കിന് ദൈവത്തോടുള്ള 2 പരാതിയാണ്. അതിൻ്റെ മറുപടി എന്ന് പറയുന്ന, അല്ലെ ദൈവത്തിൻ്റെ പ്രതികരണം എന്ന് പറയുന്നത് 1-ന്റെ 5 മുതൽ 11 വരെ നമുക്ക് കാണാം. അതുപോലെ 2-ന്റെ 2 മുതൽ 5 വരെയും നമുക്ക് കാണുവാൻ സാധിക്കും. ഇസ്രായേലിൻ്റെ അനീതിയെക്കുറിച്ച് ഹബക്കൂക്ക് വിലപിക്കുക, അതിന് ദൈവം പ്രതികരിക്കുക. ഈ ഭാഗത്ത് 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ഹബക്കൂക്കിൻ്റെ ആദ്യത്തെ പരാതി ഇസ്രായേലിലെ ജീവിതം ഭയാനകമാണ് എന്നുള്ളതാണ്. ഇത് അവരെക്കുറിച്ച് തന്നെയാണ്, ഇസ്രായേലിനെ കുറിച്ച് തന്നെയാണ്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെക്കുറിച്ച് താൻ ഭയപ്പെടുകയാണ്. കാരണം ന്യായപ്രമാണം അവഗണിക്കപ്പെടുന്നു. നേരത്തെ പറഞ്ഞ പോലെ, ഇന്ന് നമ്മൾ കാണുന്നത് പോലെ തിരുവചനമൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് വ്യാഖ്യാനിക്കപ്പെടുന്നു. അതിൻ്റെ ഫലമായി അക്രമവും അനീതിയും സംഭവിക്കുന്നു. നീതികേടും പീഡനവും കവർച്ചയും സാഹസവും കലഹവും സണ്ടയും വർദ്ധിച്ചിരിക്കുന്നു. ദുഷ്ടൻ നീതിമാനെ വളഞ്ഞിരിക്കുന്നു. ഇസ്രായേലിലെ അഴിമതിക്കാരായ നേതാക്കൾ ഇതുമായി പൊരുത്തപ്പെട്ടു പോകുന്നു. നമ്മളെ കൂടുതൽ സങ്കടപ്പെടുത്തുന്നതാണല്ലോ, ദൈവസഭയൊക്കെ ഇത്രയും ആത്മീയ ച്യുതിയിലകപ്പെടുമ്പോൾ ലീഡർഷിപ്പിലുള്ളവർ ഇതെല്ലാമായിട്ട് പൊരുത്തപ്പെട്ടങ്ങ് പോവുക. ദാറ്റ്സ് ഓക്കെ. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാതെന്നൊക്കെ. എന്നാൽ ഹബക്കൂക്ക് ദൈവത്തോട് എന്തെങ്കിലും ചെയ്യാൻ അയ്യം വിളിക്കുക, പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. ദൈവം നിശബ്ദനായിരിക്കുന്നത് പോലെ. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, ആ 4-ാം വാക്യം കഴിഞ്ഞ് 5 മുതൽ 11 വരെ ദൈവത്തിൻ്റെ മറുപടിയാണ് നമ്മൾ കാണുന്നത്. തൻ്റെ ഉടമ്പടിയുടെ ജനതയിൽ അവരുടെ ഇടയിലുള്ള ആഴത്തിലുള്ള അഴിമതിയെക്കുറിച്ച് തനിക്കറിയാമെന്ന്, മത്സരികളായ ഇസ്രായേലിനുമേൽ താൻ നീതി നടപ്പാക്കുമെന്നും ബാബിലോൺ സൈന്യത്തെ താൻ വിളിക്കുകയാണെന്നും ഹബക്കൂക്കിനോട് ദൈവം പറയുക. അവിടെ മീഖായുടെയും യെശയ്യാവിൻ്റെയും പ്രവചനത്തിലൊക്കെ ഇതിന് സമാനമായി എഴുതിയിട്ടുണ്ട്. അവരുടെ അനീതിയും തിന്മയും നിമിത്തം യഹൂദയെ വിഴുങ്ങുവാൻ ഈ ഭയാനകമായ സാമ്രാജ്യത്തെ, ബാബിലോണെ, ദൈവം ഉപയോഗിക്കുമെന്ന് പറയുക. ന്യായവിധി തീർച്ചയായും വരുമെന്നും അത് ബാബിലോണിയരിലൂടെ വരുമ്പോൾ അത് ഭയങ്കരവും ഭയാനകവുമായിരിക്കുമെന്ന് യഹോവ അവനോട് പറഞ്ഞു. കാരണം അവർ ഘോരത്വവും ഭയങ്കരവും ഉള്ളവരാ. അവരുടെ കുതിരകൾ പുലിയേക്കാൾ വേഗതയും ചെന്നായ്ക്കളേക്കാൾ ഉഗ്രതയും ഉള്ളതാ. കാറ്റുപോലെ അടിച്ച് തകർത്ത് അതിക്രമിച്ച് കയറുന്ന അവരുടെ കുതിരച്ചേവകർ തിന്നുവാൻ ബന്ധപ്പെടുന്ന കഴുകനെ പോലെയാണെന്ന്. ഇതെല്ലാം യഹോവയുടെ വാക്കുകളാകട്ടോ. യഹോവ അവരോട് പറയുക, ഇങ്ങനെയുള്ള ഒരു സൈന്യത്തെ ഇവർക്ക് ന്യായവിധിക്കായിട്ട് അയക്കുകയാണെന്ന്. സങ്കടകരമായ കാര്യം, ഹബക്കൂക്ക് ആഗ്രഹിച്ച ഒരു മറുപടിയല്ല ദൈവം നൽകിയത്. അയ്യം വിളിച്ചൊക്കെ അവൻ പ്രാർത്ഥിച്ചു, ദൈവമേ നീ ഇതൊക്കെ കാണുന്നില്ലേ എന്നൊക്കെ പ്രാർത്ഥിച്ചു. നമ്മളും ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നതാണല്ലോ ഓരോ വിഷയത്തിന്. എന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു മറുപടിയുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പറയും, ദൈവമേ നിന്റെ ഇഷ്ടമേ നടക്കാവേ എന്നൊക്കെ. എന്നാൽ മറുപടി വരുമ്പോൾ, അയ്യോ നമ്മളിതല്ല ആഗ്രഹിക്കുന്നത്, ദൈവത്തിൻ്റെ ഇഷ്ടമല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്, നമുക്ക് നമ്മുടേതായ ഒരു ഇഷ്ടമുണ്ട്, അതിനനുസരിച്ചുള്ള മറുപടി കിട്ടണം. ദൈവം നൽകിയ മറുപടിയിൽ ഹബക്കൂക്കിൻ്റെ ഒരു പ്രശ്നമുണ്ട്.
അവൻ്റെ രണ്ടാമത്തെ പരാതി അതിനെക്കുറിച്ചാണ്. 1:12 മുതൽ, ഞാൻ പറഞ്ഞല്ലോ 2:1 വരെ, പിന്നെ രണ്ടാമത്തെ പരാതിയാണ്. അവൻ പറയുന്നത് അവരെ ന്യായം വിധിക്കാൻ ദൈവം ഉപയോഗിക്കാൻ പോകുന്ന ദുഷ്ടരാഷ്ട്രമായ ബാബിലോൺ ഇസ്രായേലിനേക്കാൾ മോശക്കാരാണെന്ന് അവൻ ദൈവത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക. അവിടെ ദൈവം ഓൾറെഡി പറഞ്ഞവരെ എങ്ങനെയുള്ളവരാ, പുള്ളിപ്പുലിയെ പോലെ, ചെന്നായിക്കടെ പോലെ, കഴുകനെ പോലെയൊക്കെ ഉള്ളവരാൻ ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇവനെ പിന്നെ പറയാ, ദൈവമേ, ഈ ഇസ്രായേലിനേക്കാൾ, നിന്റെ ജനത്തെക്കാൾ എത്രയോ ദുഷ്ടന്മാരാണ് ഇവന്മാർ. പലപ്പോഴും നമ്മളിങ്ങനെ ദൈവത്തെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയൊക്കെ ഇല്ലേ, പ്രാർത്ഥനയിലൊക്കെ വരെ ദൈവത്തെ പഠിപ്പിക്കുന്ന ബൈബിൾ റെഫറൻസൊക്കെ ദൈവത്തെ പറഞ്ഞു കേൾപ്പിക്കുന്നവരൊക്കെ ഉണ്ട്. കാരണം ദൈവത്തിൻ്റെ വചനമാ, ദൈവം തന്നതാ, പക്ഷെ ദൈവം മറന്നുപോയെന്ന് വിചാരിച്ചിട്ട് ആ വചനമൊക്കെ എടുത്തിട്ട് ദൈവത്തോട് ഓർമ്മപ്പെടുത്തുന്ന കാര്യമൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ. അതുപോലെ ഇപ്പം ഇവിടെ ഹബക്കൂക്ക് ചെയ്യുന്നത് ഇതെല്ലാം തന്നെ പറയുക. അവർ യഹൂദയേക്കാൾ അക്രമാസക്തരും അഴിമതിക്കാരുമാണ്. അവർ സ്വന്തം സൈനിക ശക്തിയെ ദൈവമാക്കി മാറ്റിയവരാണ്. മനുഷ്യരെ മൃഗങ്ങളെ പോലെയാണ് കർത്താവെ അവർ കാണുന്നത്. തങ്ങളുടെ സാമ്രാജ്യം കൂടുതൽ കെട്ടിപ്പടുക്കാൻ അവർ രാഷ്ട്രങ്ങളെയും ജനവിഭാഗങ്ങളെയും ഒക്കെ വിഴുങ്ങുക, വലയിൽ വാരി മത്സ്യത്തെ കൂട്ടുന്ന പോലെ അവർ കൂട്ടുക. എൻ്റെ ദൈവമായ യഹോവേ, നീ പുരാതനമേ, എൻ്റെ പരിശുദ്ധനല്ലയോ? ഇത്രയും വിശുദ്ധനും നല്ലവനും നീതിമാനുമായ നീ എങ്ങനെയാണ് കർത്താവെ അത്തരം ദുഷ്ടന്മാരെ ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുന്നത്? 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഹബക്കൂക്ക് ദൈവത്തോട് ഇതിനുള്ള വിശദീകരണം ആവശ്യപ്പെട്ട് ദൈവത്തിൻ്റെ പ്രതികരണത്തിനായി ഒരു കൊത്തളത്തിലെ നഗരമതിലുകളുടെ മുകളിൽ കയറി കാത്തിരിക്കുന്ന ഒരു കാവൽക്കാരനായി തന്നെ ചിത്രീകരിക്കുക. നിങ്ങൾ 2-ാം അധ്യായത്തിലേക്ക് എൻ്റെ കൂടെ വരണം, പിന്നീട് ഇത് വായിച്ച് നോക്കിയാൽ മതി. ഇപ്പം നമുക്ക് പതുക്കെ പോകാൻ സമയമില്ലല്ലോ. 2:1 അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ഞാൻ കൊത്തളത്തിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് എന്തരുളി ചെയ്യുമെന്ന്, എൻ്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്ത് ഉത്തരം പറയേണ്ടതെന്നും കാണേണ്ടതിന് ദൃഷ്ടി വെച്ചിരിക്കുന്ന ഒരു ഹബക്കൂക്കിനെ നമ്മൾ കാണുക. 2:2 മുതൽ അവൻ്റെ ആ കാത്തിരിപ്പിനുള്ള മറുപടിയാണ് ദൈവം കൊടുക്കുന്നത്. ദൈവം ഹബക്കൂക്കിനോട് ചില പലകകൾ കൊണ്ടുവരുവാൻ പറഞ്ഞു. പലകകൾ എന്ന് ഉദ്ദേശിക്കുന്ന അവിടെ ആ കാലത്ത് എഴുതാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. അതിൽ നീ എഴുതുക എന്ന് പറയുകയാണ്. അവനെയും പറയുകയാണ്, ഹബക്കൂക്കേ, ഇത് നിനക്ക് മാത്രമുള്ള, ഭാവിയിലുള്ള ജനത്തിനോടുള്ളത്, അതുകൊണ്ട് നീ ഇതെഴുത്. അതുകൊണ്ടാണ് ഇന്ന് നമ്മളിത് വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പം നമ്മളെക്കൂടെ ഉദ്ദേശിച്ച് കർത്താവ് അവനോട് മറുപടി കൊടുക്കും, പറയാം, നീ പലക കൊണ്ടുവന്നിട്ട് ഒന്ന് എഴുതി വെക്കുന്നത്. ഭാവിയിൽ ഒരു നിശ്ചിത സമയത്തെക്കുറിച്ച് ഒരു ദർശനം കാണിക്കുക. കാരണം ബാബിലോണിനെ ദൈവം അവിടെ ഉപയോഗിച്ച് ന്യായവിധി അല്ലെ ശിക്ഷാവിധി നടപ്പിലാക്കുമ്പോൾ ഇവനാകെ അപ്സെറ്റായി പോയി. അപ്പോൾ ദൈവം അതിന് മറുപടി കൊടുക്കുക. ദൈവം അവിടെ പറയുക, ഒരു ദർശനം കാണിച്ചുകൊണ്ട് ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയുമില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. നോക്കണം, ഈ വാക്യത്തിൻ്റെ സന്ദർഭം മനസ്സിലാക്കാതെ നമ്മുടെ ആളുകൾ പലപ്പോഴും ഇത് ഉദ്ധരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു, അപ്പോൾ നിന്റെ ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു. ഇതൊന്നും അല്ല കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ വാക്യത്തിൽ കൂടെ. കേട്ടോ, ആ കൊത്തളത്തിൽ കയറിയിരിക്കുന്ന ഹബക്കൂക്കിനോട് ദൈവം പറയുന്ന സന്ദർഭം നിങ്ങൾ മനസ്സിലാക്കണം. യഹൂദയെ ശിക്ഷിക്കാൻ ഉപയോഗിച്ച ബാബിലോണിൻ്റെ മേൽ വരാനിരിക്കുന്ന ന്യായവിധി വൈകിയാലും നീ അതിനായി കാത്തിരുന്നോളാനാ പറഞ്ഞേ. അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. ഇതാ കർത്താവിനോട് പറയുന്നത്. അല്ലാതെ നിന്റെ ദർശനം ഒക്കെ നടപ്പാകുകൊണ്ട് താമസിക്കും, വിഷമിക്കേണ്ട കേട്ടോ എന്നൊന്നും അല്ല അവിടെ ദൈവം പറയുന്നത്. നമ്മൾ ഈ ബൈബിളിൻ്റെ വചനങ്ങൾ എടുക്കുമ്പോൾ അതിൻ്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാകാതെ വ്യാഖ്യാനിച്ചു പോകുന്ന പലയിടത്തും ഇത് ഉദ്ധരിക്കുന്നത് ഞാൻ കണ്ടു. ഇന്നലെ ഒരു മീറ്റിങ്ങിൽ കേട്ടു ഞാൻ ഒരു ദേവദാസൻ പറയുന്നത്. അപ്പം ഇതാണ് ഇവിടുത്തെ കോണ്ടസ്റ്റ്. അവനെ ആകെ വിഷമിച്ചിരിക്കുകയാണ്. ഈ ദുഷ്ടന്മാരായ ബാബിലോണിനെ കൊണ്ട് ഞങ്ങളെ അല്ലെ നിന്റെ ജനത്തെ നീ ശിക്ഷിക്കുമ്പോൾ, നശിപ്പിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സിലൊക്കെ ഇങ്ങനെയുള്ള കമ്പാരിസണൊക്കെ ഉണ്ടല്ലോ ഇന്നും, അല്ലേ? ദൈവജനത്തെ ഉപദ്രവിക്കുന്നവർ, അവരൊന്നും ദൈവത്തെ വിളിക്കുന്നവരാണെന്ന് നമ്മൾ കരുതുന്നില്ല.
വിഗ്രഹാരാധികളാണ്, അല്ലെങ്കിൽ ദൈവവുമായി ബന്ധമില്ലാത്തവരാണ് എന്നൊക്കെ കരുതുന്ന ഈ കൂട്ടരെ കൊണ്ടൊക്കെ ദൈവം എന്തുകൊണ്ട് ഇത് അനുവദിക്കുന്നു എന്ന് നോക്കുമ്പോൾ ഈ വചനമോട് ആപ്ലിക്കബിളാണ്. അത് സംഭവിക്കും, അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. ഈ ദർശനത്തിൽ തൻ്റെ ഭക്തന്മാർ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന പ്രത്യാശയുടെ ഒരു വചനം കൂടെ അവിടെ നൽകുന്നുണ്ട്. എന്താ ദൈവം അവനോട് പറയുന്നേ? നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. 2:4. പക്ഷേ ഹബക്കൂക്കെ, നിന്നോട് എനിക്ക് പറയാനുള്ളത്, നീ ഇതെല്ലാം കണ്ട് കൺഫ്യൂസ്ഡ് ആകാനല്ല. നീ എന്തോ ചെയ്യണം? വിശ്വാസത്താൽ ജീവിക്കണം. ഹബക്കൂക്ക്, ഈ ന്യായവിധിയുടെ മധ്യത്തിൽ നീ എന്നിലുള്ള വിശ്വാസത്താൽ ജീവിക്കണം. പുതിയ നിയമത്തില് 3 പ്രാവശ്യം ഇത് കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മളും വിശ്വാസത്താലാണ് ജീവിക്കേണ്ടതെന്ന് ഓർപ്പിക്കുക. അല്ലാതെ മറ്റാരെയും ആശ്രയിച്ചോ മറ്റാരുടെയും മുഖത്തോട്ട് നോക്കിയോ എനിക്ക് ഇന്നാരും ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ല ജീവിക്കേണ്ടത്. വിശ്വാസത്താൽ എന്ന് ഞാൻ പറയുമ്പം ഞാനത് വ്യക്തമായി പറയട്ടെ, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ. അവിടെ ഹബക്കൂക്കിനോട് പറയുമ്പോൾ യഹോവയാം ദൈവത്തിലുള്ള വിശ്വാസത്താൽ നീ ജീവിക്കണമെന്നാണ് പറയുന്നത്. എന്തേലും വിശ്വസിച്ചാൽ പോരാ. ഹബക്കൂക്ക് ആ പലകയിൽ തുടർന്ന് അങ്ങോട്ട് എഴുതാൻ പോകുന്ന ദൈവത്തിൻ്റെ വാഗ്ദാനം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാ. താഴോട്ട് കഴിഞ്ഞില്ല ഈ വാഗ്ദാനം. ദൈവം അത് പലകയിൽ എഴുതിക്കൊണ്ടിരിക്കുക. ബാബിലോൺ പോലുള്ള രാഷ്ട്രങ്ങൾ സൃഷ്ടിക്കുന്നത് പ്രതികാരത്തിൻ്റെയും അക്രമത്തിൻ്റെയും അനന്തമായ ചക്രം ഉപയോഗിച്ച് ദൈവം ഒരു ദിവസം ആ രാജ്യത്തെ ന്യായം വിധിക്കും എന്ന് തുടർന്ന് അങ്ങോട്ട് കാണുക. നമ്മൾ ബാബിലോൺ പോലുള്ള ദുഷിച്ച രാഷ്ട്രത്തെക്കുറിച്ച് ദൈവം കുറെ കാലത്തേക്കൊക്കെ ഉപയോഗിച്ചേക്കാമെങ്കിലും അതിൻ്റെ അർത്ഥം ദൈവം അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും അംഗീകരിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല. നോക്കണേ, ദൈവം അയ്യോ കഷ്ടം എന്ന് പറഞ്ഞ് അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുക. 5 അയ്യോ കഷ്ടങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ആദ്യത്തെ 2 അന്യായമായി മറ്റുള്ളവരെ കടത്തിൽ കുടുക്കി ഭയങ്കരമായ പലിശ ഈടാക്കുന്ന ഇവരെക്കുറിച്ച് അയ്യോ കഷ്ടമെന്ന് പറയുക. കാരണം ന്യായവിധി അവരുടെ മേൽ വരാൻ പോകുന്നു, താമസിക്കുകയില്ല, നിശ്ചയമായും വരുമെന്ന് ദൈവം പറഞ്ഞിട്ട് പറയുകയാണ്. ഇതുകൊണ്ടാണ് വരുന്നത് അയ്യോ കഷ്ടം. 3ാമത്തെ കഷ്ടം, അടിമവേലയിലൂടെ മനുഷ്യരോട് മൃഗങ്ങളെ പോലെ പെരുമാറുകയും രക്തപാതകം കൊണ്ട് പട്ടണം പണിയുകയും നീതികേട് കൊണ്ട് നഗരം സ്ഥാപിക്കുകയും ചെയ്യുന്നവരാണ് അവര്. അതുകൊണ്ട് അവർക്ക് അയ്യോ കഷ്ടമെന്ന് ദൈവം പറയുക. 4ാമത്, ഉത്തരവാദിത്വമില്ലാത്ത നേതാക്കൾ മദ്യത്തിന്റെ ദുരുപയോഗ ലക്ഷ്യം വെച്ചുകൊണ്ട് നഞ്ച് കലക്കി കൊടുത്ത് ലഹരി പിടിപ്പിച്ച് മറ്റുള്ളവരുമായി മോശമായി പെരുമാറുന്ന പാർട്ടികളിൽ പങ്കെടുത്ത് ലൈംഗികതയ്ക്കും മദ്യത്തിനും വേണ്ടി തങ്ങളുടെ സമ്പത്ത് പാഴാക്കുന്നവർക്ക് അയ്യോ കഷ്ടമെന്ന് അവിടെ ദൈവം പറയുക. 5ാമത്, അത്തരം രാഷ്ട്രങ്ങളെ വിഗ്രഹാരാധനയിലേക്ക് തള്ളിവിടുന്നവർക്കെതിരെ അയ്യോ കഷ്ടം. അവർ പണവും അധികാരവും ദേശീയ സുരക്ഷയും ദൈവങ്ങളാക്കി മാറ്റി എന്തു വില കൊടുത്തും അവയോട് കൂറു പുലർത്തുകയും സ്വന്തം സാമ്രാജ്യത്തിൻ്റെ അടിമകളായി തീരുകയും ചെയ്തിരിക്കുന്നു എന്ന് പറയുക. നോക്കണേ, ഈ ദുഷിപ്പുകളെല്ലാം പറഞ്ഞുകൊണ്ട് അയ്യോ കഷ്ടമെന്ന് പറയുമ്പോൾ ഇത് ഒരു ബാബിലോൺ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് വേണ്ടി മാത്രമുള്ളതല്ല കേട്ടോ. ഈ ബാബിലോണെ പോലെ ഭരിക്കുന്ന ലോകത്ത് ജീവിക്കുന്ന ഏതൊരാൾക്കും തുടർന്ന്, അതുകൊണ്ടാണ് ഒരു ഫലകത്തിൽ എഴുതാൻ പറഞ്ഞത്, തുടർന്ന് എല്ലാ തലമുറകൾക്കും ദൈവത്തിൻ്റെ വാണിങ്ങാണിത്, ദൈവം തരുന്ന മുന്നറിയിപ്പാണിത്. ഇത് ലോകം ഇന്നൊരു ബാബിലോണായി മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന് നമുക്കറിയാം. ഈ ലോകത്തിൽ നടക്കുന്ന പാപത്തിൻ്റെ മ്ലേച്ഛതകളും ഭരണചക്രം തിരിക്കുന്നവരുടെ അധികാര ദുർവിനിയോഗവും അതുപോലെ തന്നെ തങ്ങളെ തന്നെ വീണ്ടെടുത്ത രക്ഷകനെ ഉപേക്ഷിച്ച ആത്മീയ ലോകത്തിൻ്റെ അവസ്ഥയും എല്ലാം വിരൽ ചൂണ്ടുന്നത് ന്യായവിധിക്കായി ഈ ലോകം ഒരുങ്ങിക്കഴിഞ്ഞുവെന്ന ലോക ബാബിലോണിനെ കുറിച്ചാണ്, ഇതിൻ്റെ ന്യായവിധിയെക്കുറിച്ചാണ് യോഹന്നാൻ വെളിപ്പാട് പുസ്തകം 17-18 അധ്യായങ്ങളിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ ദയവായി സമയമെടുത്ത് ആ 17-18 അധ്യായം വായിച്ചാൽ ദൈവം താമസിക്കയില്ലെന്ന് പറഞ്ഞ ആ ന്യായവിധി എങ്ങനെയാണ് നടപ്പാക്കുന്നതെന്ന് അവിടെ യോഹന്നാന് വെളിപ്പാടിൽ കണ്ടത് പറയുന്നുണ്ട്. കർത്താവ് പറഞ്ഞതനുസരിച്ച്
നമ്മൾക്ക് വേണ്ടി ഹബക്കൂക്ക് പലകയിൽ എഴുതി വെച്ച യഹോവയുടെ അരുളപ്പാടാണിത്. ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല. വൈകിയാലും നീ അതിനായി കാത്തിരിക്ക, അത് വരും നിശ്ചയം. പ്രിയമുള്ളവരെ, നമ്മുടെ സഹോദരങ്ങളൊക്കെ പീഡിപ്പിക്കപ്പെടുമ്പോൾ, പലതരത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ക്രിസ്തീയ മാർഗം പീഡനത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ഈ ഒരു വചനം നമുക്ക് പ്രത്യാശ നൽകട്ടെ. തീർച്ചയായും ലോക ബാബിലോണിന്റെ ന്യായവിധി വാതുക്കലായിരിക്കുന്നു. ചിലർ പറയുന്നത് പോലെ ലോകമുണ്ടായ കാലം മുതൽ യുദ്ധങ്ങളും ന്യായവിധികളും എല്ലാം ഉണ്ടല്ലോ. ലോക വ്യവസ്ഥയുടെ ഒരു തുടർച്ചയാണോ ഇത്? അതല്ലേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ബാബിലോൺ പോലുള്ള സാമ്രാജ്യങ്ങൾ പരസ്പരം നശിപ്പിക്കാനും ഈ ലോകത്തെ നശിപ്പിക്കാനും അനുവദിച്ചുകൊണ്ട് ദൈവം ഈ ചക്രം എന്നേക്കുമായി ഇങ്ങനെ തുടരുമോ എന്ന് അവർ ചോദിക്കും. എന്നാൽ ഇല്ല എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, വെളിപ്പാട് പുസ്തകം 17-18 അധ്യായങ്ങൾ ഈ ലോക ബാബിലോണിന്റെ ന്യായവിധിയെക്കുറിച്ച് പറയുകയാണ്. നീതിമാന്മാർക്കും ദുഷ്ടന്മാർക്കുമുള്ള ദൈവത്തിന്റെ അന്ത്യ ന്യായവിധിയിലേക്കാണ് അത് കൊണ്ടുപോകുന്നത്. വെളിപ്പാട് പുസ്തകം 19 മുതൽ 22 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് ദൈവജനത്തിനായി ഒരുക്കിയിരിക്കുന്ന ഭാഗ്യ പ്രത്യാശയെക്കുറിച്ചാണ്. അവിടെ കാണുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും പുതിയ യെരൂശലേമും മനുഷ്യരോട് കൂടെയുള്ള ദൈവത്തിന്റെ കൂടാരവുമൊക്കെ ഈ ദുഷ്ടത നിറഞ്ഞ ലോകത്തിൽ വിശ്വാസത്താൽ ജീവിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ് സഹോദരങ്ങളെ. അവസാന അധ്യായത്തില് ഹബക്കൂക്കിന് നമ്മളോട് പറയാനുള്ളത് ദൈവത്തിലും അവന്റെ ആത്യന്തിക നീതിയിലും ആശ്രയിക്കുകയെന്ന തന്റെ ചോദ്യം അവസാനിപ്പിച്ച് ഒരു പ്രാർത്ഥനയോടെയാണ് ഹബക്കൂക്ക് ഈ അധ്യായം അവസാനിപ്പിക്കുന്നത്. ദുഷിച്ച ജനതയെ താഴെ ഇറക്കാൻ മുൻകാലങ്ങളിൽ ചെയ്തതുപോലെ വർത്തമാനകാലത്തും പ്രവർത്തിക്കാൻ അവൻ ദൈവത്തോട് അപേക്ഷിക്കുക. യഹോവേ, ഞാൻ നിന്റെ കേൾവി കേട്ടു ഭയപ്പെട്ടുപോയി. യഹോവേ, ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ആണ്ടുകൾ കഴിയും മുമ്പേ അതിനെ വെളിപ്പെടുത്തണമേ. ക്രോധത്തിങ്കൽ കരുണ ഓർക്കണമേ എന്നവൻ പ്രാർത്ഥിക്കുക. താഴോട്ട് നമ്മൾ നോക്കുമ്പോൾ മേഘങ്ങൾ, തീ, ഭൂകമ്പം എന്നിവയിലൂടെ ദൈവത്തിൻ്റെ ശക്തവും ഭയാനകവുമായ പ്രത്യക്ഷതയെ വിവരിക്കുന്ന വരികളാണ് നമ്മൾ കാണുന്നത്. മീഖായുടെയും നഹൂമിൻ്റെയും പ്രാരംഭ ഭാഗങ്ങളോടും പുറപ്പാട് പുസ്തകം 19-20 അധ്യായങ്ങളിലെ സീനായി പർവ്വതത്തിൽ ദൈവം വെളിപ്പെടുന്നതിനോടും ഞാൻ പറഞ്ഞതുപോലെ വെളിപ്പാട് 19 മൃഗവും ഭൂമിയിലെ രാജാക്കന്മാരും അവരുടെ സർവ്വ സൈന്യങ്ങളുമായി നോക്കി നിൽക്കുമ്പോൾ അഗ്നിജാലക കണ്ണോടെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാളുമായി വെള്ളക്കുതിരപ്പുറത്തിറങ്ങി വരുന്നവനോടും വളരെ സാമ്യമുള്ള രീതിയിലാണ് ഈ 3-ാം അധ്യായത്തില് ആ ന്യായവിധിക്കായി ദൈവം ഇറങ്ങി വരുന്നതിനെ കാണിക്കുന്നത്. അതുമാത്രമല്ല, ഫറവോനെതിരെയുള്ള യുദ്ധത്തിൽ ദൈവം ഒരു യോദ്ധാവായി ചെങ്കടൽ പിളർന്നതുപോലെ ഹബക്കൂക്ക് പറയുന്നത് ദൈവം വീണ്ടും ഈ ദുഷ്ട സാമ്രാജ്യത്തിന്റെ തലവന്റെ മേൽ തൻ്റെ ന്യായവിധി നടപ്പിലാക്കുമെന്ന. ബാബിലോണിനെ പോലെ ഫറവോനും അക്രമാസക്തമായ രാഷ്ട്രങ്ങളുടെ ഒരു ഉദാഹരണമായി നിലകൊള്ളുകയാണ്. അതേസമയം 3:13 ദൈവം പറയുന്നത് ദൈവം തിന്മയെ നേരിടുമ്പോൾ അവൻ തൻ്റെ ജനത്തെയും അഭിഷിക്തനെയും രക്ഷിക്കുമെന്ന. ചെങ്കടൽ പിളർന്ന് തൻ്റെ ജനത്തെ അക്കരെ എത്തിച്ച ശേഷമായിരുന്നല്ലോ ഫറവോനെയും സൈന്യത്തെയും ന്യായം വിധിച്ചത്. അതുപോലെ ദാവീദിന്റെ വംശത്തിൽ വരാനിരിക്കുന്ന രാജാവിനെ, ആ അഭിഷിക്തനെ കുറിച്ചുള്ള പരാമർശവും ഇവിടെ നൽകിയ ഭൂതകാലത്തിലെ ആ പുറപ്പാടിൻ്റെ കഥ ദൈവം നടത്താൻ പോകുന്ന ഒരു ഭാവി പുറപ്പാടിൻ്റെ ചിത്രമായിട്ട് ഈ 3-ാം അധ്യായത്തിൽ വരച്ചു കാണിക്കുക. നിങ്ങൾ ആ ചെങ്കടൽ ഭാവനയിലൊന്ന് കണ്ട് ആ ഭൂതകാലത്തിൽ സംഭവിച്ച കാര്യം അതുപോലെ തന്നെ ഭാവിയിലും ദൈവം തൻ്റെ ജനത്തെ കടത്തി രക്ഷിച്ച ശേഷം ഈ ലോകത്തിലെ ഫറവോന്മാരെയും ബാബിലോണിനെയും
താഴെ ഇറക്കും, ദൈവത്തിൻ്റെ നീതി നടപ്പാക്കി അടിച്ചമർത്തുമെന്ന് നമ്മൾ കാണുകയാണ്. കാര്യങ്ങൾ താൻ ആഗ്രഹിച്ച രീതിയിൽ നടക്കാത്ത ആശങ്കാകുലയിലാകുന്നതിന് പകരം ഹബക്കൂക്ക് കാഴ്ചയാൽ നടക്കാതെ വിശ്വാസത്താൽ നടക്കാൻ പഠിച്ചത് ഈ ദർശനം കണ്ടപ്പോഴാ, അവനെ ഈ ദർശനം കാണിച്ചപ്പോഴാ. ജീവിതത്തിലെ കൊടുങ്കാറ്റുകൾ ദൈവത്തിൽ നിന്നുള്ള നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കേണ്ടതിന്, നമ്മുടെ വിശ്വാസ ജീവിതം സജീവമാക്കി മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കേണ്ടതിന് ദൈവിക ദർശനം പ്രാപിച്ച് നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയണം. ദൈവം നിശബ്ദനായിരിക്കുമ്പോൾ നിരാശപ്പെടാതെ അവൻ്റെ വിശ്വസ്തതയെ ഓർത്ത് വിശ്വാസത്തിൽ ശക്തിപ്പെടാൻ നമ്മൾക്ക് കഴിയണം സഹോദരങ്ങളെ. പ്രവാചകനായ ഹബക്കൂക്ക് ജീവിതത്തിൽ വലിയ കൊടുങ്കാറ്റുകളെ നേരിട്ടയാളാ. ഭാവിയെക്കുറിച്ച് വലിയ ഭയം അവനുണ്ടായിരുന്നു. അതവനെ സംശയാലുവാക്കി, ദൈവത്തെ ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിച്ചു. ഒടുവിൽ നീതിമാന്മാർ വിശ്വാസത്താൽ എങ്ങനെ ജീവിക്കുന്നു എന്നതിൻ്റെ തിളക്കമാർന്ന ഉദാഹരണമായി അവൻ മാറിയിരിക്കുന്നതാണ് ഈ പുസ്തകത്തിലൂടെ നമ്മൾ കാണുന്നത്. നമ്മൾക്കും ഈ ഒരു മാറ്റമല്ലേ ആവശ്യമായിരിക്കുന്നത്? ഒത്തിരി ചോദ്യങ്ങളുമായി കുഴപ്പങ്ങളുമായിട്ടായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ ഹബക്കൂക്കിൻ്റെ ദൈവത്തോടുള്ള ചോദ്യങ്ങൾ നമ്മുടേത് തന്നെ ആയിരുന്നില്ലേ? അങ്ങനെയെങ്കിൽ ഹബക്കൂക്കിനോടുള്ള ദൈവത്തിൻ്റെ മറുപടി നമ്മളോടുള്ള ദൈവത്തിൻ്റെ മറുപടിയല്ലേ സഹോദരങ്ങളെ? എനിക്ക് തോന്നുന്നു കർത്താവിൻ്റെ ഈ വാഗ്ദത്തം ഹബക്കൂക്കിനേക്കാൾ കുറെ കൂടി നന്നായി നമുക്ക് മനസ്സിലാകും. കാരണം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ദൈവത്തോട് സമാധാനം പ്രാപിച്ചവരാണല്ലോ നമ്മളെല്ലാം. യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്താലാണ് നമ്മൾ നീതീകരിക്കപ്പെട്ട് നീതിമാന്മാരായത്. ഇന്നും അതേ വിശ്വാസമാണ്, യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ് നമ്മെ ഇന്നും ജീവിപ്പിക്കുന്നത് എന്ന് നാം മറന്നു പോകരുത്. അങ്ങനെയെങ്കിൽ ചുറ്റുപാടുകളെ നോക്കി തളർന്നു പോകാതെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ജീവിച്ചിരിക്കാൻ ഹബക്കൂക്ക് ചെയ്തതുപോലെ നമുക്കും ചുറ്റുപാടുകൾ ഒരു പ്രശ്നമല്ലാതാകട്ടെ. ഒടുവിൽ നീതിമാൻ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞ ഹബക്കൂക്ക് ഈ പുസ്തകം അവസാനിപ്പിക്കുന്നത്. അവൻ പറയുക, അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകയില്ല, ഒലിവ് മരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കേയില്ല. അയ്യോ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോസിറ്റീവ് തിങ്കർ ആയിരുന്നേ പറഞ്ഞേനേയും. അത്തിവൃക്ഷം തളിർക്കും, മുന്തിരിവള്ളി അനുഭവം തരും, ഒലിവ് മരത്തിൽ പ്രയത്നം നിഷ്ഫലമായി ഉണ്ടാകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല എന്ന് പറയുന്നിടത്ത് വിളയിക്കും, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നശിച്ചു പോകയില്ലെന്ന് പറഞ്ഞേനെ, ഗോശാലകളിൽ കന്നുകാലികൾ ഒത്തിരി ഉണ്ടാകും എന്നൊക്കെ അങ്ങ് പറഞ്ഞേനേയും. എന്നാൽ ഹബക്കൂക്കിന് പറയാനുള്ളത് ഇതൊന്നുമില്ലെങ്കിലും നീതിമാനായ ഞാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് പറയുക. അവൻ പറയുകയാണ്, എങ്കിലും എന്ന് പറഞ്ഞാൽ അത്തിവൃക്ഷം തളിർത്തില്ലെങ്കിലും, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടായില്ലെങ്കിലും, ഒലിവ് മരത്തിൽ പ്രയത്നം നിഷ്ഫലമായി പോയാലും, നിലങ്ങൾ ആഹാരം വിളയിച്ചില്ലെങ്കിലും, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോയെങ്കിലും, ഗോശാലകളിൽ കന്നുകാലികളില്ലെങ്കിലും, ഹബക്കൂക്ക് പറയുകയാണ്, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. കാരണം അവൻ വിശ്വാസത്താൽ പറയുക, യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു, അവൻ എൻ്റെ കാൽ പേടമാൻ കാൽ പോലെയാക്കുന്നു, ഉന്നതികളിന്മേൽ എന്നെ നടക്കുമാറാക്കുന്നു. ആരാ പ്രിയമുള്ളവരെ നമുക്ക് ബലം തരുന്നത്? യഹോവയായ കർത്താവ്. ആരാണ് നമ്മുടെ കാലിനെ പേടമാൻ കാൽ പോലെയാക്കുന്നത്? യഹോവയായ കർത്താവ്. ആരാണ് നമ്മളെ ഉന്നതികളിന്മേൽ നടക്കുമാറാക്കുന്നവൻ? നമ്മളങ്ങ് നടക്കുകയല്ല,
യഹോവയായ കർത്താവാണ് നമ്മെ നടക്കുമാറാകുന്നത്. ദൈവത്തിലുള്ള ഈ ആഴമേറിയ വിശ്വാസത്തിൻ്റെ വാക്കുകൾ സംസാരിച്ചുകൊണ്ട് ഈ പുതുവർഷത്തിൽ മുന്നേറുവാൻ ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ഈ ചിന്തകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. മേ ഗോഡ് ബ്ലെസ് us all. താങ്ക് യു.